നമസ്കാരം. വളരെയേറെ സന്തോഷത്തിലാണ് നമ്മുടെ രാജ്യം ഇന്നുള്ളത്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 22-ാം തീയതി പഹൽഗാമിലെ ഓരോ സ്ഥലത്തും വിനോദസഞ്ചാരത്തിൽ ഏർപ്പെട്ടിരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള 26 ജീവനുകൾ എടുത്ത പാകിസ്ഥാനിലെ ഭീകരർക്ക് കൊടുത്ത ഏറ്റവും വലിയ കടുത്ത ശിക്ഷ കൊടുത്ത ദിവസമാണിന്ന്. നമ്മുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ഈ വെളുപ്പിനെ 1:44 പാക് അധിനിവേശ കാശ്മീരിലും അവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകത്തേക്ക് കടന്ന് പാകിസ്ഥാന്റെ മുസാഫിർബാദ് എന്ന മുരടിക്കൽ എന്നീ സ്ഥലങ്ങളിൽ നമ്മൾ റാഫേൽ വിമാനം ഉപയോഗിച്ച് ഹാമർ ബോംബും സ്കാർഫ് മിസൈലും വർഷിച്ചു. പാകിസ്ഥാന്റെ ആ ഭീകര കേന്ദ്രങ്ങൾ നിന്ന് കത്തി പാകിസ്ഥാൻ ഞെട്ടിവിറച്ചു. ലോകം മുഴുവൻ ഇന്ത്യയോടൊപ്പം നിന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ ഓരോ ഇന്ത്യക്കാരനും കേട്ടത്. 1:44 നമ്മുടെ യുദ്ധവിമാനങ്ങൾ, നമ്മുടെ യുദ്ധവീരന്മാരായ നമ്മുടെ വൈമാനികർ, നമ്മുടെ ഭടന്മാർ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാൻ നല്ല നിദ്രയിലായിരുന്നു. ഇന്ത്യ ഇനി ഒരിക്കലും തങ്ങളെ ആക്രമിക്കാൻ പോകുന്നില്ലെന്നും വെള്ളം കെട്ടി നിർത്തി ആ വെള്ളം ഇങ്ങോട്ട് തരാതിരുന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കാനാണെന്നും ഭാവിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തിയെടുത്തു കൊണ്ടുവന്ന് വെള്ളമാണ് അത് അവശ്യ വസ്തുവാണെന്ന് പറഞ്ഞ് മേടിച്ചെടുക്കാമെന്നൊക്കെയാണ് നമ്മുടെ പാകിസ്ഥാൻ വിചാരിച്ചു വെച്ചിരുന്നത്. ഭീകരന്മാരെ വളർത്തിക്കൊണ്ടിരുന്ന പാകിസ്ഥാനിന്റെ നെഞ്ചിലേക്കേറ്റ അടിയാണ് ഇന്ന് നാം അവർക്ക് കൊടുത്തത്. അത് നമ്മൾ മുരടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഉള്ളത്. മുസാഫിർബാദിലാണ് ലഷ്കർ എ തോയ്ബ ഉള്ളത്. ഈ ഭീകര സംഘടനകൾക്കൊക്കെ വളരാനുള്ള വണ്ണം അവരിൽ നിന്നുള്ള വരുമാനം വാങ്ങി ജീവിക്കുന്ന പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന്റെ നെഞ്ചിലേറ്റ കത്തിക്കയറുകയാണ് ഇന്ന് ഇന്ത്യ ചെയ്തത്. 26 ജീവനെടുത്തപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെ ഒരു പൗരനെയും കൊന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ സേന തന്നെ പറയുന്നു, ഒരു പാകിസ്ഥാനെതിരെയും ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല. നമ്മൾ സമരം ചെയ്തത് ഇന്ത്യയുടെ മണ്ണിൽ, എൻ്റെ മണ്ണിൽ വന്ന് ഇവിടുത്തെ സുമംഗലികളായ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ച പാക് ഭീകരന്മാരെയാണ് കൊന്നൊടുക്കിയത്. അതുകൊണ്ടാണ് സിന്ദൂർ എന്ന് തന്നെ ഈ ആക്രമണത്തെ നമ്മൾ പേരിട്ടത്. 1971 ശേഷം ആദ്യമായിട്ടാണ് വളരെ കൃത്യതയോടുകൂടി നമ്മൾ പാകിസ്ഥാനെതിരെ നിൽക്കുന്നത്. ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാം എന്നാണ് വിദേശ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവകാശപ്പെട്ട 3 പേർ മരിച്ചു, നമ്മുടെ ഭാഗത്തുള്ള 3 പേർ മരിച്ചു എന്നൊരു വാർത്തയാണ് കിട്ടുന്നത്. അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ് മറ്റൊരു സത്യം. പാകിസ്ഥാനിലെ നമ്മൾ പറഞ്ഞത് 24 സ്ഥലങ്ങളിലാണ് നമ്മൾ പോയി വർഷിച്ചെന്നാണ് നമ്മൾ അവകാശപ്പെട്ടുള്ളൂ. പക്ഷേ പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് പറയുകയാണ് 24 ഇടത്തും അടിച്ചു, അങ്ങനെ അത്രയും ഒത്തിരി പേർ മരിച്ചു, നമ്മുടെ യുദ്ധവിമാനങ്ങൾ രണ്ടും വെടിവെച്ചിട്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി വെടിയിട്ട എല്ലാ വിമാനങ്ങളും കൃത്യതയോടുകൂടി തിരിച്ചു വന്നു. സൈന്യം പറഞ്ഞു, ഇത് യുദ്ധത്തിനുള്ള തുടക്കമല്ല, ഇത് ഒരു അവസാനമാണ്. ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പാക് ഭീകര രാഷ്ട്രത്തിനെതിരെയുള്ള ഭീകരന്മാരെ വധിച്ചുകൊണ്ടുള്ള ഒരു അവസാന യുദ്ധമാണ് നടത്തിയത്. ഇനിയും ഇത് തുടർന്നാൽ നിന്റെ തുർക്കിയിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന വിമാനങ്ങളൊന്നും തന്നെ ഇവിടെ പ്രയോജനം ചെയ്യില്ല എന്ന് ഇന്ത്യ അവന് താക്കീത് കൊടുത്തിരിക്കുകയാണ്. 140 കോടി ജനങ്ങളുടെ കണ്ണുനീര് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ 22 പഹൽഗാമിലെ ആ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ. യുദ്ധത്തിന് സമാനമായ ഒരു അന്തരീക്ഷം പാകിസ്ഥാൻ സൃഷ്ടിച്ച് പാകിസ്ഥാനെ ഞെട്ടലോട് നിർത്തുന്ന സമയത്ത് അവിടുത്തെ മന്ത്രി വിദേശ മാധ്യമപ്പടയം പിടിച്ചുകൊണ്ട് പോവുകയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഇന്ത്യ എന്താണ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി. ഇപ്പം പാകിസ്ഥാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ദാക്ഷിണ്യത്തോടു കൂടി ഇന്ത്യ അങ്ങനെ ചെയ്തു, ഇന്ത്യ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ രാജ്യത്ത് വന്ന 5-6 ഭീകരന്മാർ ഇത്രയും പേരെ കൊന്നു ഒടുക്കിയെങ്കിൽ അതിൻ്റെ പിന്നിൽ അവനെ സഹായിക്കുന്ന നല്ലൊരു കൂട്ടം ആൾക്കാർ ഇന്ത്യൻ മണ്ണിലും പാകിസ്ഥാൻ മണ്ണിലുമുണ്ട്. അത്രമാത്രം ഒരു സംവിധാനത്തോടു കൂടി ഈ ഒരു കാര്യം ചെയ്യാൻ ഒരാൾ മുന്നിട്ടിറങ്ങണമെങ്കിൽ അവനെ പുറത്തുനിന്ന് തള്ളിവിടുവാനോ അവന് വേണ്ട സപ്പോർട്ട് ചെയ്യുവാനോ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് വെളുപ്പിനെ രാജ്യം കൊടുത്ത തക്കതായ അടി പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയതാണ്, ഇരന്നു വാങ്ങിയതാണെന്ന് പറയാം. നമ്മുടെ രാജ്യത്തെ നമ്മൾ ഇന്ന് ചെയ്ത കൃത്യങ്ങളെല്ലാം തന്നെ സൈന്യം അതിൻ്റെ ദൃശ്യങ്ങളെടുത്ത് ലോക രാഷ്ട്രങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ 12 ഭീകരന്മാരെ വധിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. ഒപ്പം 50ഓളം പേർക്ക് ഗുരുതരമായ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. എന്തായിരുന്നാലും പഹൽഗാമിലെ നമ്മുടെ 26 ജീവനുകൾക്ക് പകരം വീട്ടുവാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഇതേ രീതിയിലായിരുന്നു 1971 സംഭവിച്ചത് എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യം ഇന്ന് 4 മണിക്ക് മോക്ഡ്രില്ലിലൂടെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നതിനെ പറ്റി ഒരു മോക്ഡ്രിൽ നടത്താനിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ വിചാരിച്ചു യുദ്ധത്തിനുള്ള നടപടിയൊക്കെ എടുക്കുന്നേ ഉള്ളൂ, ഇന്ത്യ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇന്ന് വെളുപ്പിന് തന്നെ നമ്മൾ വളരെ മാന്യമായ രീതിയിൽ ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്ന രീതിയിൽ
ഭീകരന്മാരെ ആഗ്രഹിക്കുന്ന ഒരു ശിക്ഷ, ഭീകരന്മാരെ സംരക്ഷിക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം ആഗ്രഹിക്കുന്ന ശിക്ഷ, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ കണ്ണീരിന്, അവരുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സൈന്യം, കര, നാവിക, വ്യോമസേനകൾ, ഇന്ത്യൻ വിമാനങ്ങൾ, ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ, ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങൾ പാകിസ്ഥാൻ മണ്ണിൽ തീ കത്തിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാനുള്ളത്. എല്ലാ ഭാരതീയനും ഈ നിമിഷത്തിൽ സന്തോഷവാനായിരിക്കും എന്നാണ് പറയാനുള്ളത്. ജയ് ഹിന്ദ്.